നമ്മൾ പൊതുവെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടാൽ ആദ്യമായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴോ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പറയുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായ കാര്യമാണ് ഇംഗ്ലീഷ് അറിയാത്തവർക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ബേസിക്കായ വളരെ സാധാരണയായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അതിനു മുമ്പ് എൻ്റെ പേര് വിനി. ഞാനിവിടെ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ ഇംഗ്ലീഷ് കോഴ്സും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഇപ്പം നമുക്ക് ആദ്യം പേര് ചോദിക്കാം. ഒരാളുടെ പേരല്ലേ നമ്മൾ ആദ്യം കാണുമ്പോൾ ചോദിക്കുക. എങ്ങനെ പറയാ? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യോർ നെയിം? വാട്ട്സ് യോർ നെയിം? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? ഉത്തരം: മൈ നെയിം ഇസ് വിനി. എൻ്റെ പേര് വിനിയാണ്. അപ്പോൾ മൈ നെയിം ഇസ് വിനി. നിങ്ങളുടെ പേര് അനു എന്നാണെങ്കിൽ എങ്ങനെ പറയും? മൈ നെയിം ഇസ് അനു. അജു ആണെങ്കിലോ? മൈ നെയിം ഇസ് അജു. അത് മനസ്സിലായല്ലോ? എവിടെ നിന്നാണ് വരണേ? രണ്ടാമത്തെ ചോദ്യമാണല്ലേ. എങ്ങനെ ചോദിക്കും? വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? കിട്ടിയോ? ഞാൻ കേരളത്തിൽ നിന്നാണ്. എങ്ങനെ പറയും? ഐ എം ഫ്രം കേരള. ഐ എം ഫ്രം കേരള. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. എങ്ങനെ പറയും? ഐ എം ഫ്രം ഇന്ത്യ. ഐ എം ഫ്രം ഇന്ത്യ. ഇനി പൊതുവെ നമ്മൾ പ്രായം ചോദിക്കാറില്ല അല്ലേ ഒരാളെ കാണുമ്പോൾ. പക്ഷേ ആരെങ്കിലും നിങ്ങൾ ചെന്ന സ്ഥലത്തുനിന്ന് നിങ്ങളുടെ പ്രായം ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പ്രായം ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രായം അവർ ചോദിക്കുക? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? കിട്ടിയോ? എൻ്റെ കൂടെ ഉറക്കെ പറഞ്ഞ് പരിശീലിക്കണം. എന്നാലേ വായിൽ ഇംഗ്ലീഷ് നല്ല വ്യക്തമായിട്ട് വരുള്ളൂ. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതെനിക്ക് പറയാൻ പറ്റുന്നു. പക്ഷെ പറഞ്ഞ് ശീലിച്ചാലേ വായിൽ വരുള്ളൂ കേട്ടോ. അതുപോലെ പതിയെ പറയരുത്, ഉറക്കെ തന്നെ പറഞ്ഞ് ശീലിക്കണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? അങ്ങനെ ചോദിക്കാം. നിങ്ങൾക്ക് 25 വയസ്സുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ ഉത്തരം പറയാം? ഐ എം 25 എന്ന് പറയാൻ 25. ഐ എം 25 years old. I am 25 years old. I am 25 years old. 30 ആണെങ്കിലോ? 30. I am 30 years old. I am 30 years old. എന്താ ചെയ്യാറ്? ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ what do you do? What do you do? What do you do? What do you do? സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് പറയും? ഐ എം എ സ്റ്റുഡൻറ്റ്. വർക്ക് ചെയ്യണമെങ്കിലോ? ഐ വർക്ക് അറ്റ് ഇന്ന സ്ഥലം. ആ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ഥലം ഞാൻ ഉദ്ദേശിക്കണേ കമ്പനി. ഇപ്പോൾ നിങ്ങൾ ABC എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഐ വർക്ക് അറ്റ് ABC. ഓക്കെ? ഐ വർക്ക് അറ്റ് ഏത് കമ്പനി എന്ന് വെച്ചാൽ കമ്പനിയുടെ പേര് പറയാം. കല്യാണം കഴിഞ്ഞാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു മാരീഡ്? ആർ യു മാരീഡ്? അതേന്ന് പറയാൻ യെസ് ഐ ആം. യെസ് ഐ ആം. വേണമെങ്കിൽ യെസ് ഐ ആം മാരീഡ് എന്ന് മുഴുവൻ പറയാം. അല്ലെങ്കിൽ ഉത്തരമായിട്ട് പറയുമ്പോൾ യെസ് ഐ ആം എന്ന് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലോ? നോ ഐ എം സിംഗിൾ. സിംഗിൾ എന്ന് വെച്ചാൽ ഒറ്റത്തടി. നോ ഐ എം സിംഗിൾ. ജോലിക്ക് എങ്ങനെയാണ് പോവാറ്? നടന്നിട്ടാണോ കാറിലാണോ എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോവാറ്. എങ്ങനെ പറയും? ആദ്യം ചോദ്യം എങ്ങനെ ചോദിക്കും? ഹൗ ഡു യു ഗോ ടു വർക്ക്? 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 ബസ്സിലാണ് പോവാറ്. ഐ ടേക്ക് ദ ബസ്. ഐ ടേക്ക് ദ ബസ്. I take
the bus. അല്ലെങ്കിൽ നടന്ന പോര് I walk to my workplace. അല്ലെങ്കിൽ I walk to work. I walk to work. I go by walking എന്നൊന്നും പറയരുത്. I walk to work. അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി എടുത്തിട്ടാണ് ട്രെയിൻ എടുത്ത് ബസ് എടുത്തിറങ്ങി I take the train. അല്ലെങ്കിൽ I take the bus. ഇനി കാറൊക്കെ ഉണ്ട്, കാർ ഓടിച്ചു പോകുന്ന ആളാണെങ്കിൽ I drive my car. I drive my car. I drive my car. എത്ര മണിക്കാണ് ഉറങ്ങാറ് എന്ന് ചോദിക്കും. What time do you go to bed? What time എന്ന് വെച്ചാൽ എത്ര മണിക്ക്. What time do you go to bed? What time do you sleep എന്നൊന്നും അങ്ങനെ ചോദിക്കില്ല. കാരണം കിടക്കാൻ പോവുക പിന്നെ ഉറങ്ങുന്നത് ഉറക്കം വരുന്ന സമയത്തല്ലേ. കിടക്കാൻ പോകുന്നത് എത്ര മണിക്കാന്ന് ചോദിക്കാം. What time do you go to bed? ഞാനൊരു 10 മണിക്ക് കിടക്കാറുണ്ട്. I go to bed at 10. I go to bed at 10. എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കും. Do you exercise? Do you exercise? ഇത്രയും മതി. Do you exercise? ഞാൻ ജിമ്മിൽ പോകാറുണ്ട് എന്ന് പറയും. Yes, I go to the gym. Yes, I go to the gym. Yes, I go to the gym. ഇല്ല, എനിക്ക് സമയം കിട്ടാറില്ല. ചിലവർക്ക് ജിമ്മിൽ പോകാനൊക്കെ സമയമുണ്ടാവും. സമയം കിട്ടാറില്ല എന്ന് പറയാൻ No, I don't have time. സമയമില്ല. No, ഇല്ല. I don't have time. I don't have time. I don't have time. ഇനി നിങ്ങൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ എത്രയായി എന്നൊക്കെ ചോദിക്കണ്ടേ. How much is it? How much is it? How much is it? ഇപ്പോൾ 10 രൂപയാണെങ്കിൽ it is 10 rupees. It is അല്ലെങ്കിൽ it's 10 rupees. It's 10 rupees. 100 ആണെങ്കിൽ it's 100 rupees. It's 100 rupees. കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണമെങ്കിൽ Can I pay by card? പേ ചെയ്യാൻ പറ്റുമോ എങ്ങനെ കാർഡ് യൂസ് ചെയ്ത്. Can I pay by card? Can I pay by card? ഇവിടെ കാർഡ്സ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ Yes, we accept cards. Yes, we accept. ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് എന്ത് കാർഡ്സ്. ഇനി നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് എവിടെയാണെന്ന് അറിയണം. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കുക എവിടെയാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് ചോദിക്കുക. Where is the supermarket? Where is the supermarket? Where is the supermarket? അത് ബാങ്കിൻ്റെ അടുത്താണ് അങ്ങനെ പറയും. It's next to the bank. It's next to the bank. നെക്സ്റ്റ് ടു സംതിങ് എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്താണ്. എന്തിൻ്റെ അടുത്ത്? ബാങ്കിൻ്റെ അടുത്ത്. അപ്പോൾ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ബാങ്ക്. ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാം. കോഫി വേണോ? ഡു യു വോണ്ട് സം കോഫി? ഡു യു വോണ്ട് സം കോഫി? വേണമെങ്കിൽ യെസ്, അല്ലെങ്കിൽ വേണമെങ്കിൽ നോ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം കോഫി എന്നൊക്കെ പറയാം. വേണ്ടെങ്കിൽ നോ താങ്ക് യു എന്ന് പറയാം. നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് പോവുക, എങ്ങനെയാണ് അവിടേക്ക് എത്താൻ പറ്റുക എന്നിങ്ങനെ ചോദിക്കാം. ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ട്രെയിൻ സ്റ്റേഷൻ? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ട്രെയിൻ സ്റ്റേഷൻ? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ട്രെയിൻ സ്റ്റേഷൻ? ഹൗ ക്യാൻ ഐ ഗെറ്റ് എന്ന് വെച്ചാൽ എത്തിച്ചേരുക, റീച്ച് എന്നുള്ള അർത്ഥം തന്നെയാണ്. ഹൗ ക്യാൻ ഐ ഗെറ്റ് എങ്ങോട്ട്? ടു ദ ട്രെയിൻ സ്റ്റേഷൻ. ഇപ്പോൾ നമുക്ക് പള്ളിയിൽ പോകണം, ചേർച്ചിൽ പോകണം. അപ്പോൾ എങ്ങനെയാണ് പള്ളിയിൽ പോവുക? ആ ഡയറക്ഷൻ പറയാൻ ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ചേർച്ച്. എനിക്ക് തിയേറ്ററിൽ പോകണം, അപ്പോൾ അവിടേക്കുള്ള വഴി ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ തിയേറ്റർ. കണ്ടോ, എല്ലാം ഇതേ സെൻറ്റൻസ് തന്നെ ഉപയോഗിക്കാം, സ്ഥലം മാറ്റിയാൽ മതി. നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയണം. എങ്ങനെ പറയും? ഗോ സ്ട്രെയിറ്റ് ആൻഡ് ഇടത്തോട്ട് എന്ന് പറയാൻ ആൻഡ് ടേൺ ലെഫ്റ്റ്. ഗോ സ്ട്രെയിറ്റ്, സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നേരെ. ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. വലത്തോട്ട് പോകണമെങ്കിലോ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ റൈറ്റ്. എത്ര മണിക്കാണ് ബസ് പുറപ്പെടുക? അങ്ങനെ പറയും. വാട്ട് ടൈം
ഡസ് ദ ബസ് ലീവ്? വാട്ട് ടൈം എന്ന് വെച്ചാൽ എത്ര മണിക്കാണ്? എന്ത്? ഡസ് ദ ബസ്, അവിടെ ഡസ് വിട്ടു പോകരുതേ. വാട്ട് ടൈം ഡസ് ദ ബസ് ലീവ്? വാട്ട് ടൈം ഡസ് ദ ബസ് ലീവ്? അപ്പോൾ 3 മണിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? 3 എന്ന് പറയണേ പോലെ അറ്റ് 3. ആ സമയം എപ്പോഴും പറയുമ്പോൾ നമ്മൾ അറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഇത്ര മണിക്കാണ് എന്ന് പറയാൻ അറ്റ് 3. 4 മണിക്കാണെങ്കിൽ അറ്റ് 4. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സെൻറ്റൻസസ് പഠിച്ചോ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പല സമയത്തും നമ്മൾ പല സ്ഥലത്തും വന്ന് പെടുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസെങ്കിലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, കുറച്ച് പഠിക്കണം എന്നുണ്ട് എങ്കിൽ യൂട്യൂബിൽ എൻ്റെ 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ അത് കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇരുന്ന് സമയം മെനക്കെടുത്തി പഠിക്കുക. ഒട്ടും അറിയില്ലെങ്കിൽ നമ്മൾ ബേസിക് ഒന്ന് പഠിക്കണ്ടേ? ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്. 2 തരം കോഴ്സ് ഉണ്ട് ആക്ച്വലി. ഒന്ന് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കോഴ്സാണ്. അതൊരു 90 ഡേ കോഴ്സാണ്, 90 ദിവസമുള്ളത്. അപ്പോൾ അതിൽ ബേസിക് മുതലെല്ലാം പഠിപ്പിക്കും. ഞാൻ തന്നെയാണ് പഠിപ്പിക്കണേ. ഇന്ന സമയത്ത് പഠിക്കേണ്ട വീഡിയോ അല്ല. ഒരു ദിവസം ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ 90 ഡേയ്സിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ് അല്ല, റെക്കോർഡഡ് വീഡിയോസാണ്. ഒരേ വലിയ വലിയ വീഡിയോസ് അല്ല. അതൊരു സിസ്റ്റം ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ് നമ്മൾ ഒരു ദിവസം മാറ്റി വയ്ക്കുക. അതിൽ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാവും, പിന്നെ ക്വിസസ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ പിന്നെയും വീഡിയോ ഉണ്ടാവും, പിന്നെ ക്വിസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴത് പഠിച്ചത് കറക്റ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിസ്. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. അതിൽ കോഴ്സിൽ തന്നെ ചോദിക്കാനുള്ള ഫോറം ഉണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് സംശയം ചോദിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ വളരെ എന്താ പറയുക നീറ്റായിട്ട് പഠിച്ച് 90 ഡേയ്സ് നമുക്ക് നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ കോഴ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചാറ്റ് GPT യൂസ് ചെയ്ത് സ്പീക്കിങ്ങും ലിസണിങ്ങും പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ, പ്രൊഫഷണലായിട്ടുള്ള കാര്യത്തിന് യൂസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ആ ലെവലിൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഈ കോഴ്സ് പ്രിഫർ ചെയ്യണം. അല്ല നിങ്ങൾക്ക് വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ സംസാരിക്കണം, കുട്ടികളുടെ സംസാരിക്കണം. പൊതുവേ പുറത്തുള്ള സ്ത്രീകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറത്തുള്ള ആൾക്കാർ ഇംഗ്ലീഷിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒന്നും പറയാൻ കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു വാട്സപ്പ് കോഴ്സ് തുടങ്ങിയത്. അത് ഗ്രാമർ പഠിപ്പിക്കില്ല. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിക്കില്ലേ, കേൾക്കുക, കുറേ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കൂടെ പറഞ്ഞു തുടങ്ങും കുട്ടികൾ. പിന്നെ അവർ അതുപോലത്തെ സാഹചര്യം വരുമ്പോൾ അതുപോലെ സെൻറ്റൻസുകൾ വേറെ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് വാട്സപ്പ് കോഴ്സ്. അതൊരു 30 ദിവസത്തെ കോഴ്സേ ഉള്ളൂ. പക്ഷേ നല്ല ഹെവി കോഴ്സാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും ചെയ്യാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു 15-20 മിനിറ്റ് ഒരു ദിവസം മാറ്റി വെച്ചാൽ സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം. എല്ലാ മാസം 15-ാം തീയതി പുതിയ ബാച്ച് തുടങ്ങും വാട്സപ്പ് കോഴ്സിൻ്റെ. വളരെ നല്ല കോഴ്സാണ്. ഞാൻ പറയാൻ കാരണം കുട്ടികളടുത്ത് ഞാൻ ഇന്ന് വരെ ചോദിച്ചുള്ളൂ എങ്ങനെയുണ്ട് കോഴ്സ്. എല്ലാവരും നന്നായിട്ട് ടാസ്ക് ചെയ്യുമ്പോൾ ഞാനാണല്ലോ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കേൾക്കാറുണ്ട്, നല്ല വൃത്തിക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസുകളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി യൂസിന് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ വാട്സപ്പ് കോഴ്സ് എടുക്കാം. അതിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് നീറ്റായിട്ട് ഇംഗ്ലീഷ് ഓഫീസിലോ അല്ലെങ്കിൽ കോളേജ് സ്റ്റഡീസിനൊക്കെ വേണമെങ്കിൽ എൻ്റെ 90 ഡേ ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുക. അത് വാട്സപ്പിലൂടെ അല്ല, അത് വെബ്സൈറ്റിലൂടെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഇമെയിൽ അയച്ചാൽ മതി, easyenglishwithvini@gmail.com. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.